അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പാലിന്റെ പൈസ മേടിക്കാൻ വന്നേണ്ട്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാലാകമ പറക്കുന്ന ഈ രാത്രി എനിക്കൊരു സമാധാനമില്ലല്ലോ ഈശ്വര. പാലിന്റെ പൈസയും പോയി, യോഗ ഇല്ല മണി, പാ മടക്കിക്കോ. ഇതിനൊക്കെ ഒരു യോഗ. ചേട്ടാ, ഹാപ്പി ക്രിസ്മസ്. ഓടി അവരെ കണ്ടപ്പോഴെനിക്ക് തോന്നി ആ സൂര്യൻ കൂട്ടുകാരും ആയിരിക്കുന്നു. ചേച്ചി, ആ സൂര്യചേട്ടൻ ഡാൻസ് സൂപ്പർ ആയിരുന്നല്ലേ? ഒന്ന് പോടി അവിടുന്ന്, അവളുടെ ഒരു സൂര്യചേട്ടൻ. താന്തോന്നി. ഈ അലർജി ഉള്ള കാരണം ഒന്നും ചെയ്യാനും പറ്റണില്ല. ഓരോ ദിവസം ചെല്ലും തോറും നര കൂടി കൂടി വരികയാണല്ലോ ദൈവമേ. ശരീരമോ കരികട്ട പോലെ, ആ മുടിയെങ്കിലും ഒന്ന് വെളുത്തിരുന്നോട്ടെ. എടി മോൻ എഴുന്നേറ്റോ? അവൻ കിടന്നുറങ്ങുവാ. അവൻ കിടന്നുറങ്ങട്ടെ, നല്ല ക്ഷീണം കാണും. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുമല്ലേ. അമ്മാ, കോഫി. എടോ പീതാംബര, ഇതൊന്ന് പെട്ടെന്ന് ഷേപ്പാക്കി തന്നെ. ഒരു കല്യാണത്തിന് പോലുള്ളതാ. മരുഭൂമിയിൽ നിന്ന് പുല്ല് പറിക്കാൻ പറഞ്ഞാ ഞാനെന്ത് ചെയ്യാനാ? നീ ഉള്ളത് കൊണ്ടങ്ങ് ചെയ്താൽ മതി. അധികം ഡയലോഗ് വേണ്ട ഏട്ടാ. അല്ല ഏട്ടാ, ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്രിസ്മസ് ആണോ, തൃശ്ശൂർ പൂരാണോ, ജാലിയൻവാല ഭാഗമാണോ, മടുത്തു പോയിടോ. എന്തു പറ്റി? ഈ നാട്ടിലെ കുറച്ച് തലതെറിച്ച പിള്ളേരുണ്ടല്ലോ, ആ പിള്ളച്ചേട്ടന്റെ മകൻ സൂര്യൻ കുറെ കൂട്ടുകാർ. പാവം പിള്ളച്ചേട്ടൻ മക്കളില്ലാഞ്ഞിട്ട് ഗുരുവായൂരിൽ പോയി ഉരുളി കമഴ്ത്തി ഉണ്ടായ ഒരേ ഒരു മകന്. ഇന്നലെ പുത്തമ്പുരക്കിൽ എന്തായിരുന്നു ബഹളം. ഒന്നുമല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമുള്ള വീടല്ലേ, ഒരു മര്യാദക്ക് വേണ്ടേ? അവസാനം ഇറങ്ങി ഓടിയെന്നാ കേട്ടത്. അല്ല, ആരാ ഓടിയത്? ആ, അത് ഇന്നലെ പുൽക്കൂട്ടിന്ന് ഉണ്ണിയേശു വരെ ഇറങ്ങി ഓടിയെന്നാ കേട്ടത്. അത്രയ്ക്കായിരുന്നല്ലോ ബഹളം. ഓ, സമാധാനമായി. അല്ല, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറഞ്ഞു വരികയായിരുന്നു. ഓ അങ്ങനെ. യുവന്മാര് കാരണം പല വീട്ടിലും ക്രമസമാധാനം തകരുന്നുണ്ട്. കണ്ണന്റെ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? പാടം കുറെ പാട്ടത്തിനെടുത്തിട്ടുണ്ട്, പക്ഷേ കൃഷി ഇറക്കാൻ സമ്മതിക്കണ്ടേ? ആര്? ചില കീടാണുക്കൾ. നിങ്ങളെവിടെ ഇരിക്കേ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എന്നെ വെട്ടിച്ച് തലനാരിഴയ്ക്ക് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? എടാ, നിന്റെ തലയിൽ ഇത്രയും നാളുടെ സ്ഥിതിക്ക് നീ ഒരിക്കലും രക്ഷപ്പെടൂല. എങ്ങോട്ടാ സർ രാവിലെ? ആഹാ, അത്രയല്ല. ആ കാണുന്നതാണ് സൂര്യൻ. ഇനി ചന്ദ്രനെ കാണണമെങ്കിൽ ഇന്ന് രാത്രി 8 മണി കഴിഞ്ഞു വാട്ടാ. ഓരോ എടാ, എന്റെ മകൻ പഠിക്കുന്ന സ്ഥാപനത്തിലെ ടീച്ചർമാർക്കൊക്കെ നല്ല അഭിപ്രായം. എന്നാ നാട്ടിലോ നേരെ മറിച്ചും. എന്താ കാര്യം? വിട്ടോടാ.